വി.ഡി. സവർക്കറെ തുടർച്ചയായി രാഹുൽ ഗാന്ധി ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്, അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞൊക്കെയായിരുന്നു ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത്. പങ്കജ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു ഹർജി നൽകിയത്. അതിൽ പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് സവർക്കറെ ഇങ്ങനെ തുടർച്ചയായി അപമാനിക്കുന്നത്, അധിക്ഷേപിക്കുന്നത് തടയണം, രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നടപടി വേണം എന്നായിരുന്നു പ്രധാനമായ ആ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. വി.ഡി. സവർക്കർ എന്ന പേര് അത് എംബ്ലംസ് ആൻഡ് നെയിംസ് ആക്ട് 1956 ആക്ടാണ്. അത് പ്രകാരമുള്ള ഒരു സംരക്ഷണം വി.ഡി. സവർക്കർക്കും നൽകണം, ആ പേരിന് നൽകണം എന്നാണ് ആ ഹർജിയിലെ പ്രധാന ആവശ്യം. നമുക്ക് ഈ ആക്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി പേരുകൾ, പലരുടെയും പേരുകൾ, നമ്മുടെ പ്രസിഡന്റുമാരുടെ, ഗവർണർമാരുടെ ഒക്കെ പേരുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ ആ ഒരു സംരക്ഷണം വി.ഡി. സവർക്കർക്ക് വേണം എന്നാവശ്യപ്പെടുന്നു. പക്ഷേ കോടതി അത് ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. കോടതിയുടെ സമയം കളയുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു മൗലിക അവകാശമുണ്ട്, ഈ ഹർജിയിലുണ്ട് എന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ് ആ ഹർജി തള്ളിക്കളയുകയാണെന്ന് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ദൗസ്ര, ഹർജിയിലെ ആവശ്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ ആക്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്? അതെന്താ, ആ ഹർജിയുടെ ഒരു പശ്ചാത്തലം ദിവ്യ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് സവർക്കറെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ സവർക്കർ ഇങ്ങനെ വിമർശിക്കുന്നതിനെതിരെ സുപ്രീം കോടതി തന്നെ രാഹുൽ ഗാന്ധിയെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പണി ചെയ്താൽ കേസെടുക്കും, സ്വമേധയാ കേസെടുക്കുമെന്ന് അദ്ദേഹത്തോട് എനിക്ക് 2 ആഴ്ച മുമ്പാന്ന് തോന്നുന്നു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആവേശത്തിലായിരിക്കും സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി ഉണ്ടായല്ലോ, ഇത് ഇങ്ങനെ സവർക്കർ ഫ്രീഡം ഫൈറ്ററാണ്, സേനാനിയാണ്, നിങ്ങളുടെ അമ്മ അവരെ ആദരിച്ചിരുന്നു, ഓർക്കണം എന്നൊക്കെ രാഹുൽ ഗാന്ധിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി അവർ ആദരിച്ചു ഓർക്കണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇങ്ങനൊരു ഹർജിയായിട്ട് പോയാൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് ഈ ഹർജിക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആവശ്യം ലളിതാണ്, ഈ പറഞ്ഞ നെയിംസ് ആൻഡ് എംബ്ലംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസേജ് ആക്ടിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ചേർക്കണം. അതിൽ എനിക്ക് തോന്നുന്ന ഹർജിക്കാരൻ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് തോന്നുന്നു. ആക്ച്വലി ഈ നിയമം ഉണ്ടല്ലോ, ഈ നെയിംസ് ആൻഡ് എംബ്ലംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസേജ് ആക്ട് എന്ന് പറയുന്നത്, അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മിനിസ്ട്രിയുടെ നമ്മളെ ഉപഭോക്തൃകാര്യ മന്ത്രാലയം കൊണ്ടുവന്നൊരു നിയമമാണ്. അല്ലാതെ ഒരു നാഷണൽ സിംബലുമായി ബന്ധപ്പെട്ടോ ദേശീയ പ്രതീകങ്ങൾ ആ നിലക്ക് സാധാരണ അത്തരം ഇത് ആഭ്യന്തര വകുപ്പാണ് അത്തരം നിയമങ്ങൾ കൊണ്ടുവരിക. ഇതിൻ്റെ ചട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഈ ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിൻ്റെ ഇതിനകത്താണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ദേശീയ പ്രാധാന്യമുള്ള ചിഹ്നങ്ങൾ, പേരുകൾ, എംബ്ലങ്ങൾ അതെന്ത് കമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അതിന് ആ നിയമത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. അതിൽ പേര് വെച്ചിട്ട് ഉള്ളത് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, പിന്നെ ഛത്രപതി ശിവജി, പിന്നെ ഇന്ദിരാഗാന്ധിയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയ പ്രയോഗങ്ങൾ. അതേപോലെ നമുക്ക് കുറേ എംബ്ലംസ് ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാരുകളുടെ എംബ്ലം ഉണ്ട്, രാജ്ഭവൻ്റെ എംബ്ലം ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ എംബ്ലം ഉണ്ട്, ഇങ്ങനെ ഒരുപാട് UN എംബ്ലം പോലും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ടൈറ്റിലുകൾ, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ടൈറ്റിൽ, ഗവർണർ എന്ന് പറയുന്ന ടൈറ്റിൽ, ഇങ്ങനെ ഒഫീഷ്യലായിട്ട് ടൈറ്റിൽ, ഇതൊന്നും ഞാനിപ്പോൾ ഒരു സോപ്പ് കമ്പനി തുടങ്ങി, അതിൽ ഇത്തരം സംഗതികൾ ഉപയോഗിക്കാൻ പാടില്ല. ഗാന്ധിജിയുടെ പടം ഉപയോഗിക്കാൻ പാടില്ല. ജവഹർലാൽ നെഹ്റുവിന് ഈ സോപ്പ് ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ ജവഹർലാൽ നെഹ്റു തേച്ച സോപ്പാന്ന് തന്നെ വിചാരിക്കുക, പക്ഷെ അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് അവരുടെ പിന്നെ എന്താണ് സിമ്മ് തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിട്ടുണ്ട്. ജിയോ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിട്ടാണ് അവരുടെ അനൗൺസ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുവന്നത്. പേടിഎം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. നിയമപരമായിട്ട് പ്രശ്നമാവില്ല ചിലപ്പോൾ. കാരണം വെച്ചാൽ നരേന്ദ്രമോദിയുടെ പേര് അതിനകത്തില്ല, പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ടൈറ്റിലേ ഉള്ളൂ. പടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഈ ടൈറ്റിൽ ഉപയോഗിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ പടം വെക്കുകയാണ്. എനിവേ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ പെർട്ടിക്കുലർ നിയമം അതാണ്, നമ്മൾ ഈ ദേശീയ പ്രാധാന്യമുള്ള ചിഹ്നങ്ങളെയും പേരുകളെയും ഒന്ന് കമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണ്, ഇദ്ദേഹം ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചത് അതിൽ പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ അത് ശരിയല്ല. ഇപ്പം മഹാത്മാഗാന്ധിജിയുടെ പേര് ഇതിനകത്തുണ്ടല്ലോ, മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്നില്ലേ? മഹാത്മാഗാന്ധിക്കെതിരെ ഗാന്ധിയൻ സ്റ്റഡീസ് പോലെ തന്നെ ഇന്ത്യയിൽ പ്രചാരം നേടിയിട്ടുള്ളതാണ് അക്കാഡമിക് രംഗത്ത് തന്നെ. ക്രിട്ടിക് ഓഫ് ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധി വിമർശനം വളരെ പ്രധാനപ്പെട്ട ഒരു പഠന ശാഖയാണ്, അക്കാദമിക ശാഖയാണ് ഇന്ത്യയിൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് അതിനകത്തുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ എല്ലാ ദിവസവും വിമർശിക്കുകയല്ലേ. പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട പരിപാടി എന്താണ്? ജവഹർലാൽ നെഹ്റുവിനെ ചീത്ത വിളിക്കും. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും ജവഹർലാൽ നെഹ്റുവിനെ ചീത്ത വിളിക്കുന്ന, പ്രധാനമന്ത്രിയുടെ ചീത്ത വിളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഈ മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സവർക്കറിൻ്റെ പേരെങ്ങാണ്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളി വിമർശിക്കുന്നത് ഒഴിവായി കിട്ടുന്നു. അതില്ല. ഈ വിമർശനവുമായി ബന്ധപ്പെട്ട വിഷയം നിയമമേ അല്ല അത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി അടുത്തത് സവർക്കർ വിമർശിക്കാൻ പാടുണ്ടോ ഇല്ല. സവർക്കറെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പറഞ്ഞത് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന പരിപാടി നടത്തണമെന്നാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. അതിൽ ആ വിധിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് വളരെ സബ്ജക്റ്റീവാണ്. എങ്ങനെയാണ്? കാരണം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആളുകൾ വിമർശന വിധേയമാകുന്നുണ്ടല്ലോ. ഇപ്പോൾ സവർക്കറെ വിമർശിക്കരുതെന്ന് പറയുന്ന ഇപ്പോൾ BJP-ക്കാർ വാര്യംകുന്നനെ വിമർശിക്കുന്നുണ്ടല്ലോ. വാര്യംകുന്നനും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ. നമ്മുടെ ഡിക്ഷണറി ഓഫ് മാർട്ടിർസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാര്യംകുന്നൻ. വാര്യംകുന്നനെതിരെ എന്തെല്ലാം തെറി വിളിച്ച് നടക്കുന്നുണ്ട് BJP നേതാക്കന്മാർ. അപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ ഇപ്പം മഹാത്മാഗാന്ധിയെപ്പോലും വിമർശിക്കാം. പക്ഷെ അതേസമയം ഈ മനുഷ്യരെല്ലാവരും, സവർക്കറാണെങ്കിലും സവർക്കറിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വിമർശന വിധേയമാക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ആളാണ്. ജയിലിൽ പോയതിന് ശേഷം അദ്ദേഹം എടുത്ത സമീപനങ്ങളൊക്കെ വേറെ കാര്യം. അദ്ദേഹം 10 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. അത് നമ്മൾ സവർക്കർ ഈ പലപ്പോഴും വരുന്നൊരു പ്രശ്നം ഇതാണ്. സവർക്കർ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിലും ചില സത്യസന്ധതകൾ ഉണ്ടാകണം. അദ്ദേഹം ജയിലിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്തു, പലവട്ടം മാപ്പ് എഴുതി, ശരിയാണ്. പക്ഷെ അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടല്ലോ, അത് പ്രധാനമല്ലേ? ജയിലിൽ പോയ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ലെഗസി അദ്ദേഹത്തിനുണ്ട്. ജയിലിൽ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസുകൾ, മുൻഗണനകൾ മാറ്റം വരികയാണ്. കാരണം ആ സമയത്തിനാണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തുണക്കുന്ന ആ ഒരു കാഴ്ചപ്പാടാണ്. സവർക്കർ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഹിന്ദു യൂണിറ്റിയാണ്. ഗാന്ധിജി ഒരുപക്ഷെ ഹിന്ദു മുസ്ലിം യൂണിറ്റി പറയുമ്പോൾ സവർക്കർ ഹിന്ദു യൂണിറ്റി മാത്രമല്ല, ഹിന്ദു മിലിറ്ററൈസേഷൻ, ഹിന്ദുവിൻ്റെ സൈനികവൽക്കരണം. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ സവർക്കർ എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷ് സൈന്യത്തിൽ അണിചേരാൻ ഹിന്ദു യുവാക്കളെ പ്രേരിപ്പിക്കുകയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിൽ എന്തിനാണ് അണിചേരുന്നത്? അത് ഹിന്ദുക്കൾ എന്താക്കണം? സൈനിക ശേഷി നേടിയെടുക്കണം. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയ ആൾ പിന്നെ അയാൾ എന്താണ് മാറുന്നത്? ബ്രിട്ടീഷുകാർ പോകും. പക്ഷേ ബ്രിട്ടീഷുകാർ പോയാലും അതേക്കാൾ വലിയ ത്രെട്ടാണ് മുസ്ലിങ്ങളെന്ന് പറയുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതിനെതിരെയുള്ള ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന കാഴ്ചപ്പാടിലെത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വം എന്ന പുസ്തകം 5 epochs ഓഫ് 5 glorious epochs എന്തോ പറഞ്ഞിട്ടുള്ള പുസ്തകം. അതിനുവേണ്ടിയുള്ള സാഹിത്യ രചനകൾ നടത്തുന്നു, സിദ്ധാന്ത നിർമ്മാണം നടത്തുന്നു. ഇപ്പോൾ ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ജയിലിൽ നിന്ന് മാപ്പ് എഴുതി കൊടുത്ത് നിങ്ങൾ അദ്ദേഹത്തെ കളിയാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് എഴുതിയാണ്. ഈ സെല്ലുലാറിൽ കിടന്നിട്ട് ഇങ്ങനെ ജീവിതം തള്ളി നിൽക്കുന്നതെങ്കിൽ പുറത്ത് വന്നിട്ട് ഇവരോട് നുണ പറഞ്ഞിട്ടാണെങ്കിലും പുറത്ത് വന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തതെന്നാണ് ഹിന്ദുത്വവാദി സവർക്കറൈറ്റുകൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. അദ്ദേഹം പുറത്ത് വന്നിട്ട് രാജാവിൻ്റെ തൃപ്പാദങ്ങൾക്ക്, ബ്രിട്ടീഷ് രാജാവിൻ്റെ തൃപ്പാദങ്ങൾക്ക് സർവ്വവും സമർപ്പിച്ചുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. പുറത്ത് വന്നിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെയല്ല സമരം ചെയ്യുന്നത്. അദ്ദേഹം ഊർജം ആർക്കാണ്? ബ്രിട്ടീഷുകാർ പോകും, പക്ഷെ അതേക്കാൾ വലിയൊരു ത്രെട്ടായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാകും, അതിനെതിരായിട്ട് നമ്മുടെ ശക്തി സംഭരിക്കണം എന്നൊരാശയത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിശ്ചയമായിട്ട് വിമർശിക്കും. ഗാന്ധിജി വിമർശിക്കുന്നത് എന്തിനാ? ഗാന്ധിജി പ്രധാനമായും വിമർശിക്കുന്ന അംബേദ്കറൈറ്റുകളാണ്. കാരണം ജാതിയോടുള്ള ഗാന്ധിയുടെ സമീപനം അത് എന്താണ്? അത് ശരിയായിരുന്നില്ല. ജാതി എങ്ങനെ പൊതിഞ്ഞു വെച്ച് സംരക്ഷിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോയി കളയാം എന്നുള്ളൊരു നിലപാട്, സംവരണവുമായി ബന്ധപ്പെട്ട, സെപ്പറേറ്റ് ഇലക്ട്രേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിലൊക്കെ ഗാന്ധിജി എടുത്ത നിലപാട് ഈ പറയുന്ന ഗ്രാൻഡ് ഹിന്ദുത്വയെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ളതാണ് അംബേദ്കറൈറ്റിൻ്റെ. നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് കരുതുകയും അങ്ങനെ വിശേഷിപ്പിക്കുകയും ആ ഒരു സംഗതിയിലെ ലെജൻഡറി ആയിട്ടുള്ള നേതാക്കന്മാർ അവരെല്ലാവരും ഒരേ ധാരയിൽ, ഒരേ ചിന്താ പദ്ധതിയിൽ ഇങ്ങനെ പോകുന്ന ആളുകളല്ല. ഇപ്പോൾ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും 2 വ്യത്യസ്ത സമീപനം സ്വീകരിച്ച ആളുകളാണ്. ഇപ്പോൾ ഗാന്ധിജിയുണ്ട്, സുഭാഷ് ചന്ദ്രബോസുണ്ട്, അംബേദ്കറുണ്ട്.
കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് എന്താ, അവർ ഈ പറയുന്ന ഇന്നത്തെ നിലയിലുള്ള ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സമരത്തിൽ ഏർപ്പെടുന്നത്. അവരൊരു കമ്മ്യൂണിസ്റ്റ് വർഗരഹിത സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് സ്വപ്നരാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പണിയെടുത്തത്. പക്ഷേ ഇങ്ങനെയുള്ള പല ധാരകളിലുള്ള പ്രസ്ഥാനങ്ങളും വ്യക്തികളും പല കാഴ്ചപ്പാടുകളും അവരെല്ലാവരും പല സ്വഭാവത്തിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഒരു ഫലശ്രുതി എന്നുള്ള നിലക്കാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം, ഒരു നാഷൻ സ്റ്റേറ്റ് 47 രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നാഷൻസ് 47 രൂപീകരിക്കപ്പെട്ട ഇന്ത്യ എന്ന് പറയുന്ന നാഷൻ സ്റ്റേറ്റ് അന്ന് രൂപീകരിക്കപ്പെട്ട അതേ സ്വഭാവത്തിലുള്ള ഒരു നാഷൻ സ്റ്റേറ്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന ആളുകളൊന്നും പ്രവർത്തിച്ചത്. ഇപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി, അതൊരു ധാരയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഒരു ധാരയാണ്, അംബേദ്കർ ഒരു ധാരയാണ്, ഗാന്ധിജി ഒരു ധാരയാണ്, സവർക്കർ വേറൊരു ധാരയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കന്മാർ വേറെ ധാരയാണ്. പക്ഷേ ഈ ഊർജ്ജങ്ങളെല്ലാം സമാഹരിച്ച് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ പല വിധത്തിലുള്ള ആശയങ്ങളും സ്വഭാവങ്ങളും രാഷ്ട്രീയ പദ്ധതികളുള്ള ആളുകൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഇന്ത്യ എന്ന് പറയുന്ന മോഡേൺ നാഷൻ സ്റ്റേറ്റ്. അതിലെല്ലാവർക്കും സ്റ്റേക്കുണ്ട്, എല്ലാവരും വിമർശന വിധേയരാകും എന്ന ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുക എന്നുള്ളതാണ് ഒരു ആധുനിക മോഡേൺ റിപ്പബ്ലിക്ക് നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ളത്. അത് ചില ആളുകൾ അധിക്ഷേപിക്കുക, ചില ആളുകളെ വിമർശിക്കുമ്പോൾ അങ്ങനെ ആകെ പ്രകോപിതരാവുക, കേസെടുക്കുക, ഇത് ശരിയല്ല. എല്ലാവരും അവരവരുടെ നിലയിൽ നിന്നുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ നിലയിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അതായിട്ട് കാണുക. അങ്ങനെ ഉള്ള ഈ വൈരുദ്ധ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നതെന്നും നമ്മൾ പരസ്പരം കോർത്തിണക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നും മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാനുള്ളതാണ്. യെസ്, നിഷാദ്, ഈ വിമർശനങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഈ സവർക്കർ അനുഭാവികൾ ഇങ്ങനെ അസഹിഷ്ണുതരാകുന്നത്? അല്ല, ഹിന്ദുത്വവാദികളുടെ അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു ക്ലീശ സബ്ജക്റ്റാണ്. എല്ലാ വിഷയത്തിലും അവർക്ക് അവരെ വിമർശിക്കുക എന്ന് പറയുന്നത് എടുക്കാൻ അവർ തയ്യാറല്ല. അവർ അക്കാഡമിക് ഡിസ്കഷൻ ഒരിക്കലും തയ്യാറല്ല. ചരിത്രത്തെക്കുറിച്ചുള്ള ശരിയായ പാഠങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടൊരു ചർച്ചയ്ക്കൊന്നും അവർ തയ്യാറല്ല. അവരെ സംബന്ധിച്ച് അവരെ വിമർശിക്കാൻ പാടില്ല. അവരുടെ ഭരണകൂടത്തെ വിമർശിക്കരുത്, അവരുടെ പ്രധാനമന്ത്രിയെ വിമർശിക്കരുത്, അവരുടെ ചരിത്ര നായകന്മാരെ വിമർശിക്കരുത്, അത്രേ ഉള്ളൂ. അതായത് കോടതി എന്തുമാത്രം ആശാവഹമായി പെരുമാറുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞാൽ, ഇപ്പം ദിവ്യ പറഞ്ഞ പോലെ ഈ കേസിനകത്ത് ദേശീയ ബിംബങ്ങളെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ ബിംബങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും ഉൾപ്പെടുത്തി ഇദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. കോടതി അതിൻ്റെ നിയമവും അതിൻ്റെ സാങ്കേതികതയും ഒക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് നടക്കുന്ന കാര്യമല്ല. എൻ്റെ മൗലികാവകാശം ലംഘിക്കപ്പെടുന്നു, അദ്ദേഹത്തെ സവർക്കറെ വിമർശിക്കുമ്പോൾ. നിങ്ങളുടെ മൗലികാവകാശം എങ്ങനെ ലംഘിക്കപ്പെടുന്നത്? അതും കോടതി ടെക്നിക്കലി പരിശോധിക്കുന്നു, ഭരണഘടന പരിശോധിക്കുന്നു, നിൽക്കാത്തതാണ് എടുത്തു കളയുന്നു. അതിനപ്പുറത്തേക്ക് സവർക്കറെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യം സൃഷ്ടിക്കുന്ന, നേരത്തെ ദാവ്സായി ചൂണ്ടിക്കാണിച്ച പോലെ സവർക്കറെ വിമർശിക്കുന്നത് പാപമാണ്, തെറ്റാണ്, രാജ്യദ്രോഹമാണ് എന്നൊരു പുതിയ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെതിരെ കോടതി എന്ത് ചെയ്യുന്നുള്ള ചോദ്യമാണുള്ളത്. മറ്റേതൊരു ടെക്നിക്കലാണ്, ടെക്നിക്കലായ കാര്യമാണ്. ഇത് ഒരു മാസം മുമ്പ് കോടതിയുടെ മുമ്പിൽ വന്ന കേസിൽ കോടതി പറഞ്ഞത് എന്താണ്? കോടതി അധികമായി പറയുകയാണ്, അത് മഹാത്മാഗാന്ധി പോലും വൈസ്രോയ്ക്ക് കത്തെഴുതിയപ്പോൾ യുഎസ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് എഴുതിയിട്ടില്ലേ എന്ന് വെച്ചാൽ, മാപ്പ് എഴുതിയതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തനായ സേവകൻ എന്ന് താഴെ മഹാത്മാഗാന്ധി എഴുതി ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഹാത്മാഗാന്ധി ഒറ്റുകാരനാണോ? വിശ്വസ്തനായ സേവകൻ എന്ന് മാപ്പ് എഴുതിയതുമായിട്ട് താരതമ്യം ചെയ്യാണ് കോടതി. ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ മഹാനെന്ന് വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്നവരാണ്, അവരെ വിമർശിക്കാൻ പാടുണ്ടോ? സ്വാതന്ത്ര്യ സമര സേനാനികളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ സൂക്ഷ്മത കാണിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണെന്ന് പരിശോധിക്കാനുള്ള നമുക്കറിയാം, നമുക്ക് പരിശോധിക്കാമല്ലോ. കോടതി മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളെ ഫിക്സ് ചെയ്യുന്നത്, ആരൊക്കെയാണെന്ന്. സ്വാതന്ത്ര്യ സമര സേനാനികളെ പരിശോധിക്കുമ്പോൾ ഈ ആരൊക്കെയാണ് ശരിയായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ആരൊക്കെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിന് അള്ളു വെച്ച ആളുകൾ. ശരിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ പട്ടിക എടുത്താൽ സാങ്കേതികമായി നോക്കിയാൽ അദ്ദേഹത്തെയും കാണാം, ഹെഡ്ഗേവാറിനെയും കാണാം. 1910 അല്ലെ ഈ പറയുന്ന തുടക്കത്തിൽ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു പൊതുവായ മൂവ്മെൻറ്റ് ഉണ്ടായി വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ 1924 എന്ത് ഉണ്ടാക്കി? സംഘം ഉണ്ടാക്കിയ ശേഷം പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവരാരും. അവരുടെ ഐഡിയോളജിയിലേക്ക് ചേഞ്ച് ചെയ്തല്ലോ ഒരു ഘട്ടം എടുത്തപ്പോൾ. ആദ്യം ഇവർക്കെല്ലാം തോന്നി ഇന്ത്യയെ മോചിപ്പിക്കണമെന്ന്. അങ്ങനെ അവരെല്ലാവരും അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു നിലയ്ക്ക്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ RSS എന്ന പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുന്നു, ഹിന്ദുത്വ എന്ന ഐഡിയോളജി ഉണ്ടാക്കിയ ശേഷം ഈ പൊതുവായ മൂവ്മെൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതിനോട് സഹകരിച്ചിട്ടില്ല, അതിനോട് അള്ളുവെക്കാൻ ശ്രമിച്ചവരാണ്. ബ്രിട്ടീഷുകാരെ എന്തിനു തിടുക്കപ്പെട്ട് ഓടിക്കുന്നു എന്ന സമീപനം എടുത്തവരാണ്. ഇപ്പോൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പാലക്കാട് നഗരസഭ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് അതിൻ്റെ പേരിട്ടുള്ള കുഴപ്പമെന്ന്, അദ്ദേഹം ജയിലിൽ കിടന്ന ആളാണെന്ന്. അദ്ദേഹം ജയിലിൽ കിടന്നതിനെക്കുറിച്ചുള്ള ഹിന്ദുത്വ ചരിത്രകാരന്മാരുടെ തന്നെ വിവരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അദ്ദേഹം ജയിലിൽ പോയത് അവിടെയുള്ള ആളുകളെ എങ്ങനെ RSSലേക്ക് ആകർഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അവിടുന്ന് ആളുകളോട് നിങ്ങൾ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ടൈം കളയരുത്, വരൂ, വേറൊരു സംഗതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ ആകർഷിക്കാനാണെന്ന് ഹിന്ദുത്വ ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്.
അപ്പോൾ ഹിന്ദുത്വ ഐഡിയോളജിയെ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച കാലം മുതൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ പൊതുവായ സ്വാതന്ത്ര്യ സമരധാരയ്ക്ക് കുറുകെ നിന്ന മനുഷ്യരാണിവർ. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനകളായി മാർക്ക് ചെയ്യാൻ പറ്റുക? ആ പ്രശ്നം അവിടെ ഉണ്ട്. അത് കോടതി കാണുമോ എന്നുള്ള വേറെ കാര്യം. കോടതിക്ക് ഇപ്പോൾ അങ്ങനെ ഇഴകേറി പരിശോധിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് ഇന്ത്യയിലുണ്ട്. എവിടെല്ലാം കേസുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ, എവിടെല്ലാം കയറി ഇറങ്ങി നടക്കുന്നു. ശരിയാണ്, ഒരു കേസിൽ വിളിച്ചു വരുത്താനുള്ള സമൻസ് കോടതി ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഇതെന്ത് കേസാണെന്ന് സുപ്രീം കോടതി ചോദിക്കണ്ടേ? കെ കരുണാകരനെ എങ്ങനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? EMSനെ വിമർശിക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? CPM എന്ന് പറയുന്ന പാർട്ടി ചൈനീസ് ചാരന്മാരുടെ പാർട്ടിയാണെന്ന് ഇവിടെ ആരെല്ലാം ആക്ഷേപിക്കുന്നു? CPMനും അതിന് നേതാക്കൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ എടുത്തു വെച്ചുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണെങ്കിൽ സവർക്കറിൻ്റെ കാര്യത്തിൽ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സവർക്കറെ നിങ്ങൾ പാടില്ല, അദ്ദേഹം ദൈവതുല്യനാണ്, അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വാഴ്ത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ മഹാത്മാഗാന്ധി വാഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാത്രം തൊടാൻ പാടില്ല. ബാക്കി ആരെയും വിമർശിക്കാം. അപ്പോൾ കോടതി ഇതിനകത്ത് എടുക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട എന്താണ്? ഈ കീഴ്ക്കോടതിയോട് പറയണം, സവർക്കറെ വിമർശിച്ചു എന്ന് പറഞ്ഞ് കേസുമായിട്ട് വന്നാൽ എടുത്ത് കാട്ടിക്കളയണം. അങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. സവർക്കർ മാപ്പ് എഴുതിയിട്ടുള്ളത് നാഷണൽ ആർക്കൈവ്സിൽ കാണാൻ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയുടെ പകർപ്പ് നാഷണൽ ആർക്കൈവ്സിൽ ഡൽഹിയിൽ ഇരിപ്പുണ്ട്. ആർക്ക് പോയി നോക്കാം. അതിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മാപ്പപേക്ഷ എഴുതിയിട്ടുള്ള ആളാണെന്ന് പ്രസംഗിച്ചാൽ അതിൽ ഇത്ര പൊള്ളേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളായ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചു സവർക്കർ എന്ന് പ്രസംഗിച്ചതിനാണ് ഈ കേസ്. സവർക്കർ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകൾ, വിമർശനങ്ങൾ, ശത്രുവിൻ്റെ ഏതൊക്കെ നമുക്ക് സ്വന്തമാക്കാം, അതൊക്കെ എങ്ങനെ ധർമ്മമാകുന്നു എന്ന് നമ്മൾ അറയ്ക്കുന്ന തരത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന സവർക്കർ. ആ സവർക്കറെ വിമർശിച്ചുകൂടെ? അപ്പോൾ കോടതിയുടെ പോലും കാഴ്ചപ്പാട് പ്രശ്നമുണ്ട്. അദ്ദേഹം എന്തോ ദേശീയ ബിംബമാണ്, ചരിത്ര പുരുഷനാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ പങ്കാളിയാണ്. മുഖ്യ പങ്കാളിയിലൊന്നുമല്ല, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഒരു ഘട്ടത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അങ്ങനെയല്ല, വേറെ ചില ലക്ഷ്യങ്ങളായിരുന്നു. അപ്പം മുഖ്യധാര സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റിനെ കുറുകെ നിന്ന ആളുകൾ, അതിന് വട്ടം വെച്ച ആളുകൾ എന്ന നിലയ്ക്ക് അവർ വിമർശിക്കപ്പെടും. അത് തടയാൻ കോടതി വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരു മാസം മുമ്പത്തെ കോടതിയുടെ വർത്തമാനവും ഇപ്പോഴത്തെ വർത്തമാനം ചേർത്ത് വെച്ചാൽ ഇന്ന് നമുക്ക് ആശ്വസിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, എന്തായാലും വി ഡി സവർക്കർ എന്ന പേരിന് സംരക്ഷണം നൽകാൻ ഇന്ന് സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയായ സവർക്കറെ വിമർശിക്കാൻ പാടില്ല, ചരിത്രം കൂടി പരിശോധിച്ച് വേണം ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ എന്നാണ് രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഈ ചിലർ മാത്രം എങ്ങനെയാണ് ഈ വിമർശനത്തിന് അതീതരാകുന്നത് എന്നതാണ് സംശയം.